നമ്മുടെയൊക്കെ ഫോണുകളിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. നമ്മുടെ വിലപ്പെട്ട രേഖകളായിട്ടുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡിജി ലോക്കറിൽ വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഒറിജിനൽ രേഖകൾ നമ്മൾ ഫിസിക്കലായി കൊണ്ട് നടക്കുന്നതിന് പകരം നമ്മുടെ മൊബൈലിൽ ഈ ഒരു ആപ്പിൽ ഈ ഒരു രേഖകൾ നമുക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഒറിജിനൽ രേഖകൾക്ക് തുല്യമായിട്ടാണ് ഈ ഒരു ആപ്പിലുള്ള രേഖകൾ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിജി ലോക്കർ ആപ്പിലേക്ക് നമ്മുടെ വിലപ്പെട്ട രേഖകൾ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുക, ഈ ഒരു ഡിജി ലോക്കർ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലുള്ള ടെക് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം മുകളിൽ സെർച്ച് ബാറിൽ ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് താഴെ ഡിജി ലോക്കറിൻ്റെ ആ ഒരു ആപ്പിൻ്റെ ലോഗോയും അതുപോലെ തന്നെ ആ ഒരു ആപ്പും കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലുള്ള ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈലിലേക്ക് ഈ ഒരു ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡിജി ലോക്കർ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴെ കണ്ടിന്യൂ ഇൻ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഡിജി ലോക്കറിൻ്റെ ഫീച്ചേഴ്സൊക്കെ വിവരിച്ചുകൊണ്ടുള്ള പേജുകളായിരിക്കും വരിക. അവിടെ നമ്മൾ സ്കിപ്പ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിജി ലോക്കറിൻ്റെ ഹോം പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് യു മൈ നീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിന് താഴെ ആധാർ കാർഡ്, പാൻ വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അവിടെ നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ആധാർ കാർഡിൽ പ്രസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ഡിജി ലോക്കറിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ക്രിയേറ്റ് അക്കൗണ്ട് നമുക്ക് പ്രസ് ചെയ്യാം. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ സൈൻ ഇൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് അക്കൗണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരിക. അവിടെ നമ്മുടെ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെറ്റ് 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നമുക്കൊരു സെക്യൂരിറ്റി പിന്ന് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 6 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. 6 ഡിജിറ്റ് ഉള്ള ഒരു പിന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പിന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ആ ഒരു പിന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാർ നമ്പർ ആ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആധാർ നമ്പർ തെറ്റുകൂടാതെ കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആധാർ കാർഡ് ഡിജി ലോക്കറിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ആധാർ നമ്പർ ചോദിക്കുന്നത്. നിങ്ങൾ ഏതാണോ ആഡ് ചെയ്യാനായിട്ട് ആദ്യമേ കൊടുത്തിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ചോദിക്കുക. ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ആ സമയത്ത് ആധാർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് പ്രസ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ആധാർ കാർഡ് ഡിജി ലോക്കർ ആപ്പിലേക്ക് ആഡ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, എൻ്റെ ആധാർ കാർഡ് ഡിജി ലോക്കറിലേക്ക് കൃത്യമായി ആഡായിട്ടുണ്ട്. ഇനി എനിക്ക് വേറൊരു ഡോക്യുമെൻറ്റ് എൻ്റെ പാൻ കാർഡ് ഡിജി ലോക്കറിലേക്ക് ആഡ് ചെയ്ത് വെക്കണമെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ ഹോം പേജിലേക്ക് പോവുക. അതിനുശേഷം താഴേക്ക് പോയതിന് ശേഷം നമുക്ക് ആ ഒരു പാൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് ഇങ്ങനെ ഒരു പേജായിരിക്കും വരിക. അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, ഇതൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടാവും. അതിനുശേഷം പാൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൃത്യമായി തെറ്റുകൂടാതെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നെയിം അസ് ഇൻ പാൻ കാർഡ് എന്ന് കാണാം. അതായത് പാൻ കാർഡിൽ നമ്മൾ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് ആ പേര് അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഗെറ്റ് ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. നോക്കുക, എൻ്റെ പാൻ കാർഡും ഇപ്പോൾ ഡിജി ലോക്കറിലേക്ക് ആഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ മറ്റുള്ള നമ്മുടെ പ്രധാനപ്പെട്ട രേഖകളും നമുക്ക് ഡിജി ലോക്കറിലേക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.